ഫ്രണ്ട്സ് ആൻഡ് വീലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ മോർണിംഗ് ക്ലീനിങ് റുട്ടീനാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. നമ്മൾക്ക് 2 കുഞ്ഞു കുട്ടികളുണ്ട്. അപ്പം നമ്മൾക്ക് ആ പണ്ടത്തെ റുട്ടീൻ തിരിച്ചെടുക്കണം. കുട്ടികൾക്കൊക്കെ ഒരു വിഷമമുണ്ട് ഒരു വെക്കേഷൻ കഴിഞ്ഞതിൻ്റെ, പക്ഷേ അതൊക്കെ മാറിക്കോളും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളെല്ലാം ക്ലീനിങ് സപ്ലൈസൊക്കെ എടുത്ത് വെക്കുക. ബാസ്ക്കറ്റിലാണെങ്കിൽ ബാസ്ക്കറ്റിൽ അത് എടുത്ത് കഴിഞ്ഞാൽ അതിനെ ഒരു മോട്ടിവേഷൻ ആട്ടോ ഇതൊക്കെ ചെയ്യണം. നമുക്ക് റൈറ്റ് ടൂൾസ് ഉണ്ടാവണം നമ്മുടെ കയ്യിൽ. ക്ലീനിങ് ടൂൾസ് എന്തായാലും ഉണ്ടാവുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആവും. അപ്പോൾ ഈ മൈക്രോ ഫൈബർ ക്ലോത്താണ് കുറച്ചും കൂടി ഈസി. നമുക്ക് സാധാരണ തുണി കൊണ്ട് തുടയ്ക്കണേലും നല്ലത്. എനിക്ക് ഇങ്ങനത്തെ തുണിയാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വിൻഡോസൊക്കെ തുറന്നിടുക, ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടിയിട്ട്. നാച്ചുറൽ ലൈറ്റിലാണ് നമ്മളെപ്പോഴും ക്ലീനിങ് ചെയ്യുന്നത് ബെസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം പൊടിയൊക്കെ നമുക്ക് കാണാൻ നന്നായിട്ട്. പിന്നെ കാലത്തെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആവും കുറച്ചും കൂടി. രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ ഏത് ഏരിയ ആണ് ക്ലീൻ ചെയ്യണേ അത് എഴുതി വയ്ക്കുക, ആലോചിച്ച് വയ്ക്കുക. അപ്പം ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തായിരുന്നു. ഇവിടെ നമ്മുടെ സിറ്റ് ഔട്ടും ഹാളും പിന്നെ കിച്ചണാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ അവിടെ പൊടിയുണ്ട്, പൊടിയൊന്ന് ക്ലീൻ ചെയ്ത് പിന്നെ റോഡ് സൈഡ് ആയ കാരണം എപ്പോഴും പൊടി ഉണ്ടാവും. അപ്പം നമ്മൾ ചെടികൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാവും കേട്ടോ. അത് കഴിഞ്ഞ് ഡീക്ലട്ടർ ചെയ്യുക. നമുക്ക് ആവശ്യമുള്ളത് ഒരു ബോക്സിലാക്കി വയ്ക്കുക. പിന്നെ ടോയ്സൊക്കെ വിതറിയൊക്കെ എടുക്കുന്നുണ്ടാവും, അതൊക്കെ ഒരു ബോക്സിൽ പിള്ളേരോട് തന്നെ പറയുക, കുട്ടികളോട് പറയുക ബോക്സിൽ എടുത്ത് വയ്ക്കാൻ. അത് ചെയ്തു. അത് കഴിഞ്ഞ് കുട്ടികളോട് പറയുക, ക്ലീനിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ അവരും കൂടി ഇൻവോൾവ് ചെയ്യുക കേട്ടോ. അപ്പം ഞാനിവിടെ ഹാളൊന്ന് അടിച്ചിടുകയാണ്. അപ്പോൾ രണ്ടാമത്തെ മകൾ ഞാനിവിടെ വോക്കറിൽ ഇരുത്തിയേക്കാണ്. അപ്പോൾ എനിക്ക് കുറച്ച് സമയം കിട്ടുള്ളൂ ക്ലീനിങ്ങിനൊക്കെ. അപ്പോൾ ആ കുറച്ച് സമയത്തിലാണ് ക്ലീനിങ്ങൊക്കെ പെട്ടെന്ന് ചെയ്യാൻ. അല്ലെങ്കിൽ അവർ ഉറങ്ങി കഴിഞ്ഞിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി നല്ല സമയം തോന്നുന്നത് അവരുള്ളപ്പോൾ തന്നെ, അതായത് അവർ കളിക്കുന്ന സമയത്തൊക്കെ ക്ലീനിങ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത്. ടൈം സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുട്ടികളുള്ള വീട്ടിലെപ്പോഴും എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, ടോയ്സൊക്കെ വിതറിയിട്ടുണ്ടാവും. അപ്പോൾ ആ ടോയ്സൊക്കെ അവരോട് തന്നെ പറക്കി വയ്ക്കാൻ, ഒരു ബോക്സിൽ പറക്കി വയ്ക്കാൻ അവരെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്യുമ്പോൾ നമുക്കും എളുപ്പമാവും. അത് കഴിഞ്ഞ് നമ്മൾ നാലാമത്തെ സ്റ്റെപ്പാണ് ഡസ്റ്റ് ചെയ്യുക. നമ്മൾ സർഫേസസ് ഒക്കെ ക്ലീൻ ചെയ്യുക. നമ്മൾ വിൻഡോസൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫൈഡ് ഫീൽ കേട്ടോ. സ്പാർക്ലിംഗ് ക്ലീൻ ആവും ഫുള്ള്. കോർണേഴ്സൊക്കെ നമ്മുടെ വാതിലിൻ്റെ ആണെങ്കിലും പിന്നെ വിൻഡോസിൻ്റെ ആണെങ്കിലും ഒക്കെ ക്ലീൻ ആവും ചെയ്യുന്നു. ഞാൻ പിന്നെ ടി വിയുടെ സ്റ്റാൻഡിൻ്റെ അവിടെ നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ട്, അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. അവിടെ പൊടി ചെറുതായിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാണ്. നമ്മളെല്ലാം ഡീക്ലട്ടർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളും ബോക്സിലാക്കി വെക്കാം. അതായത് നമുക്കിപ്പോൾ ആവശ്യമില്ലാത്ത തുണികൾ, ആ തുണികളൊക്കെ നമുക്ക് ചിലർക്ക് ഡൊണേറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഓർഗനൈസ്ഡ് ആകുമ്പോൾ നമുക്ക് തന്നെ നമുക്ക് കുറേ സമയം കിട്ടും കേട്ടോ, കുറേ കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ഇവിടെയൊക്കെ ഓണിൽ നിന്ന് തുടച്ചെല്ലാം അല്ലാണ്ട് തുടച്ചിട്ടു. ജസ്റ്റ് പൊടികളൊക്കെ കളഞ്ഞ് കിച്ചണിലേക്ക് വന്നേക്കാണ്. കിച്ചണിലെല്ലാം കാലത്ത് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി എടുത്ത് വെച്ചേക്കാണ്, അതായത് സ്ഥലത്ത് എടുത്ത് വെച്ചേക്കാണ്. ഇവിടെ ജസ്റ്റ് കൗണ്ടർ ടോപ്പ് മാത്രം ക്ലീൻ ചെയ്യാനുള്ളൂ. അപ്പം കിച്ചണിൽ ഞാൻ വരുമ്പോൾ തന്നെ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ വിൻഡോസൊക്കെ തുറന്നിടും, ഒരു ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരു പോസിറ്റീവ് വൈബ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിൻഡോസൊക്കെ തുറന്നിട്ടേക്കാണ്.
സ്റ്റൗ ഒന്ന് ക്ലീൻ ചെയ്യുക. സ്റ്റൗ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ഒന്ന് സ്പ്രേ ചെയ്ത് വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആവും. നമുക്ക് തന്നെ സൊല്യൂഷൻ വീട്ടിലുണ്ടാക്കാൻ പറ്റും. വൈപ്പ് ചെയ്യണ സൊല്യൂഷൻ വിനാഗിരിയും സോഡാപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലീനിങ് സൊല്യൂഷൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. പെട്ടെന്ന് തന്നെ ക്ലീൻ ആവും. നമ്മൾ ഒരു പ്രാവശ്യം ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂറ്റി ഉണ്ടായാൽ മതി. എല്ലാ ദിവസവും ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി അതിന്. അപ്പോൾ നമുക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരാറില്ല. പിന്നെ ചിലപ്പോൾ ഒക്കെ വരാണെങ്കിൽ തന്നെ അത് സൺഡേസിലാണ് എനിക്ക് ആകെയുള്ള സമയം. നമ്മളൊരു ഓർഡറിലാണ് ക്ലീൻ ചെയ്യേണ്ടത്. ഏറ്റവും നല്ലത് റൂം ബൈ റൂമാണ് ഫോളോ ചെയ്യുന്നത് നല്ലത് എനിക്ക് തോന്നുന്നത്. ഓരോ ദിവസം ഡെഡിക്കേറ്റ് ചെയ്യണവരുണ്ട് കേട്ടോ. ഓരോ ദിവസം ഈ ദിവസം മൺഡേ കിച്ചൺ ആണെങ്കിൽ ട്യൂസ്ഡേ നമ്മൾ ബെഡ്റൂം ആവും. അങ്ങനെയും ചെയ്യണവരുണ്ട്. പക്ഷേ ഞാൻ എന്താ ചെയ്യണത്, എനിക്ക് കുട്ടികളുള്ള കാരണം ഞാനെല്ലാം ഒരു ഓർഡറിൽ ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ കിച്ചണിലെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് നമ്മളൊന്ന് നന്നായി തുടച്ചിടും. നമ്മുടെ ഹാളും സിറ്റ് ഔട്ടും ഡൈനിങ് ഏരിയയും പിന്നെ കിച്ചണും അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ക്ലീനിങ് കംപ്ലീറ്റായി. ഒരു മോർണിംഗ് ക്ലീനിങ് കംപ്ലീറ്റായി എൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും കൂടി രേഖപ്പെടുത്തുക. ഞാൻ എന്താ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കിച്ചണിൻ്റെ ജസ്റ്റ് ഒന്നൊരു വ്യൂ കാണിച്ചു തരാം. ഓർഗനൈസിങ് ചെയ്തതിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ കിച്ചണിൻ്റെ ക്ലീനിങ് കഴിഞ്ഞു. ഹാള് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് വ്യൂ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയൊക്കെ തുടച്ചിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ.